വിവാഹത്തിൻ്റെ വലിയ സന്തോഷം നിലനിൽക്കുന്ന വേളയിൽ തന്നെ അപ്രതീക്ഷിതമായി അപകടമുണ്ടാവുകയും ഒരു കുടുംബത്തിലെ 4 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്ത വലിയ ആഘാതത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒപ്പം തന്നെ ഈ വാർത്ത അറിഞ്ഞവരുമൊക്കെ തന്നെ. നവദമ്പതികൾ മധുവിധു ആഘോഷിക്കാൻ മലേഷ്യയിൽ പോയി തിരികെ എത്തി ആ വേളയിലുണ്ടായ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇരു കുടുംബങ്ങളിലെയും ഗൃഹനാഥന്മാർ തന്നെ പോയി എന്നുള്ളത് ആ കുടുംബങ്ങളുടെ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ഇടയടുപ്പത്തിൻ്റെ ഒരു പ്രതീകമായി കൂടി കാണേണ്ടതുണ്ട്. അങ്ങനെ തീർത്തും അപ്രതീക്ഷിതമായ ഒരു യാത്രയിൽ ഏറെ സന്തോഷത്തോടു കൂടി എത്തിച്ചേരും. അങ്ങനെ വരാൻ പോകുന്നത് ക്രിസ്മസും അതിനോടനുബന്ധിച്ച ദിവസങ്ങളുമൊക്കെയാണ് എന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിൽ തീർത്തും അപ്രതീക്ഷിതമായി അപകടമുണ്ടാവുകയും മരണം 4 പേരെയും കവരുകയുമാണ് ഉണ്ടായത്. മൂന്നാമത്തെ മൃതശരീരം നിഖിലിൻ്റെ മൃതശരീരം ആംബുലൻസിൽ നിന്നും പുറത്തെത്തിച്ച് അനൂപിൻ്റെ വീട്ടിലേക്ക് പൊതുദർശനത്തിനും പ്രാർത്ഥനകൾക്കുമായി മാറ്റുകയാണ്. വികാരനിർഭരമായ രംഗങ്ങളാണ്. എല്ലാവരും കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായിട്ട് ആളുകളൊക്കെ തന്നെ അവരുടെ വിഷമം കടിച്ചമർത്തി പ്രാർത്ഥനയുടെയും ശുശ്രൂഷയുടെയും ഭാഗമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഏറെക്കുറെ 6 മണി സമയത്തിന് മുൻപായി തന്നെ വീട്ടിലേറെ സന്തോഷകരമായി വന്നു ചേരേണ്ടിയിരുന്ന ആളുകളാണ് വഴിമധ്യേ യാത്ര അവസാനിപ്പിച്ച് നാടിനാകെ ഞെട്ടലും തീരാവേദനയുമായി മാറിയ, അത് കേട്ടവർക്കും കണ്ടവർക്കും അതിൻ്റെ ഭാഗമായിരുന്നവർക്കൊക്കെ തന്നെ വലിയ വേദനയായി മാറിയ മണിക്കൂറുകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുകയാണ്. മൃതശരീരങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇടവക അംഗങ്ങൾക്ക് പുറമെ നാടിൻ്റെ നാലാകോണിൽ നിന്നായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. നിഖിൽ ഈ കുടുംബത്തിലെ അംഗമായി എത്തിയത് കഴിഞ്ഞ മാസം 30-ാം തീയതിയായിരുന്നു. എന്നാൽ 15 ദിവസം പിന്നിടുന്ന വേളയിൽ അപകടമുണ്ടാകുന്നു. 4 ദിവസം കൂടി പിന്നിടുമ്പോൾ അവസാനത്തെ യാത്രയ്ക്കായി മൃതശരീരങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം. അതിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കുന്നു. വിവാഹത്തിൻ്റെ സന്തോഷം മാഞ്ഞു പോകുന്നതിന് മുൻപായി വിയോഗത്തിൻ്റെ വലിയ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 3 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അനുവിൻ്റെയും ഭർത്താവ് നിഖിലിൻ്റെയും പിതാവ് ബിജു പി ജോർജിൻ്റെയും മൃതദേഹങ്ങളാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഏകദേശം അരമണിക്കൂറോളം സമയം മൃതദേഹങ്ങൾ അവിടെ പൊതുദർശനത്തിന് വെക്കും. പിന്നീട് പൂങ്കാവ് സെയിൻറ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറെ വൈകാരികമായ ഒരു നിമിഷം. 8 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് നിഖിലും അനുവും ഒന്നിച്ചത്. പക്ഷേ ആ ഒരു ജീവിതത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 16-ാം ദിവസം മരണം ആ ജീവിതം, ആ കുടുംബങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുകയായിരുന്നു. മലേഷ്യയിൽ നിന്ന് മധുവിധു കഴിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങി എത്തും വഴിയാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. നവദമ്പതികളെ കൂട്ടാൻ പോയത് അവരുടെ അച്ഛന്മാർ തന്നെയായിരുന്നു. അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജാണ് വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം ഇങ്ങനൊരു അപകടത്തിന് കാരണം. ആ നാടിൻ്റെ അവസ്ഥ അത് നമുക്ക് മനസ്സിലാകും. ആ മനുഷ്യരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകും. വല്ലാത്തൊരു ആഘാതമായിരിക്കും.